വി എസ് ഇല്ലാത്ത ആദ്യ ഓണമാണ് വേലിക്കകത്ത് വീട്ടിൽ. വി എസിനെ ഓർക്കുകയാണ് മകൻ വി എ അരുൺകുമാർ. അനലരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ കടമകളെ കരളുടി കൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്. വി എസ് എന്ന ഒരു സമര നൂറ്റാണ്ട് മലയാളിക്കൊപ്പമില്ലാത്ത ആദ്യ ഓണമാണിത്. ഓണമെന്നും പൊലിമയോടെ ആഘോഷിക്കാൻ കഴിയാത്ത ഒരു കാലവും വി എസിനുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ അതിജീവിച്ച ചരിത്രം കൂടിയാണ് വി എസിൻ്റേത്. വി എസ് ഇല്ലാത്ത ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ വീണ്ടെടുക്കുകയാണ് വേലിക്കകത്ത് വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറിനും. വി എസ് ഇല്ലാത്തൊരു ഓണക്കാലമാണല്ലോ, അപ്പം എങ്ങനെ ഓർക്കുന്നു വി എസ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ? ഒരു വല്ലാത്തൊരു ശൂന്യതയാണ് ഇത്തവണ ഉള്ളത്. ഓണം എന്ന് പറയുമ്പോൾ ഒരു ഗ്യാതറിംഗ് ആണല്ലോ, എല്ലാവരും കുടുംബപരമായി സുഹൃത്തുക്കളും എല്ലാവരും ഒത്തുചേരുന്ന ഒരു സമയമാണ്. ഞങ്ങളുടെ ഓണം അങ്ങനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ കുറേ കാലമായി. ഇത്തവണയാണ് അച്ഛനില്ലാത്ത ഒരു ഓണം. അച്ഛൻ യാത്രയായിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി. അത് തന്നെ ഒന്ന് അംഗീകരിക്കാനായിട്ടുള്ള ഒരു ബന്ധപ്പാടിലാണ് കുടുംബം ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്കാണിപ്പോൾ ഓണം വന്നിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു, വയ്യാതെ നമ്മുടെ കൂടെയാണ്. അതിന് മുമ്പുള്ള സമയത്ത് ഒരു 10-15 കൊല്ലത്തോളം ഈ വീട്ടിൽ ഈ മുറിയിലാണ് ഓണ ദിവസങ്ങളിൽ ഇരിക്കുന്നത്. ഈ നാട്ടിലുള്ള ആളുകളെല്ലാം അച്ഛനെ കാണാനായെത്തും. ആ ഒരു ദിവസങ്ങളിൽ അച്ഛൻ കാണുമെന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വല്ലാത്തൊരു തിരക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഓണമായിട്ടായിരുന്നു ഇതുവരെ പോയത്. പൊതുവേ ഈ പാർട്ടി പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓണം ഉണ്ടെങ്കിൽ തന്നെ ആഘോഷിക്കാനൊക്കെ സമയം കിട്ടാത്ത അവസ്ഥ. പ്രതിപക്ഷ നേതാവായിരിക്കെ, പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കെ, മുഖ്യമന്ത്രി ആയിട്ടിരിക്കെ, അങ്ങനെ വി എസ് ഉള്ള സമയത്ത് ഓണം എവിടെയായിരുന്നു? ഈ വീട്ടിലായിരുന്നു? എങ്ങനെയായിരുന്നു ഓണമൊക്കെ? ഓണ ദിവസം അച്ഛൻ മുഖ്യമന്ത്രിയായ ശേഷം അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായി തുടർന്ന് വരുന്ന ആ ഒരു സമയങ്ങളിലാണ് അച്ഛൻ ഇവിടെ ആലപ്പുഴ വീട്ടിൽ ഓണ ദിവസം എത്തുക എന്നുള്ള ആ ഒരു പതിവാക്കിയത്. കാരണം ചുറ്റുമുള്ള എല്ലാവർക്കും തിരുവനന്തപുരത്ത് വന്ന് അച്ഛനെ കാണാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ പല ദേശത്തു നിന്നുള്ള ആൾക്കാരെല്ലാം തന്നെ ആ ഒരു സമയത്ത് അച്ഛൻ ഇവിടെ കാണും. അപ്പോൾ ആ സമയത്ത് സ്വസ്ഥമായി സംസാരിക്കാം എന്നിരിക്കെ എല്ലാവരും ആ ഒരു ഓണ സമയം നോക്കി ഇവിടെ വരുമായിരുന്നു. പാർട്ടി കമ്മിറ്റികളൊക്കെ വരുന്ന സമയത്ത്, സെൻട്രൽ കമ്മിറ്റിയൊക്കെ ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ 1-2 പ്രാവശ്യമൊക്കെ മിസ്സായിട്ടുണ്ട്. അതർവൈസ് ഈ ഒരു വീട്ടിൽ വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്കൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാനും പറ്റിയിട്ടുണ്ട്. സാധാരണ വി എസ് ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പത്രങ്ങളിൽ നമുക്ക് കാണാൻ വരുന്നു. പിന്നീട് അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഫേസ്ബുക്കിൽ കണ്ടുവന്നിരുന്നത്. എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ ഓണം പോലുള്ള വിശേഷ സമയങ്ങളിൽ അച്ഛന് ഈ ബെഡ് ആവുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫുഡുകളാണ്, നോർമൽ ഫുഡിൽ നിന്നും മാറി ഉള്ള ഒരു ഫുഡാണ് ആ സമയത്ത് കഴിക്കുക. അപ്പോൾ അച്ഛന് പായസം അടക്കമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ തന്നെ ഡോക്ടർമാരുടെ ആ ഒരു നിർദ്ദേശത്തോടു കൂടി അച്ഛന് ആ ഒരു ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അച്ഛന് അത് കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു ആശംസ എല്ലാവരും അറിയിക്കുക എന്നുള്ള രീതിയിൽ അച്ഛൻ തിരുവനന്തപുരത്തെ വീടിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടുള്ളൊരു ഫോട്ടോ എല്ലാവർക്കും, അച്ഛന് പണ്ട് തൊട്ടേ ഓണാശംസകൾ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ മുറിയിലാണ് അച്ഛൻ, ഈ കസേരയിലാണ് അച്ഛൻ സാധാരണ വന്നിരിക്കുന്നത്. ഈ വെളിയിൽ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ വെളിയിലും
വന്നിരുന്നാണ് എല്ലാവരോടും സംസാരിക്കുക. അപ്പോൾ ഈ ഒരു മുറി അച്ഛന് മുഖ്യമന്ത്രിയായ ശേഷം അത് കഴിഞ്ഞുള്ള ആ ഒരു കാലഘട്ടത്തിൽ പല പുരസ്കാരങ്ങൾ കിട്ടിയെല്ലാം നമ്മൾ അച്ഛൻ തന്നെ നിയമസഭാ ലൈബ്രറിയിൽ കൊടുത്തിരുന്നു. ബാക്കി വന്ന കുറച്ച് സാധനങ്ങളാണ് ഇവിടെ, കുറച്ച് ചിത്രങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. തപ്പൂക്കളിടുക, ഊഞ്ഞാലിടുക, ഇപ്പോൾ തന്നെ ഓണക്കളികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ വീട്ടിൽ? ഞങ്ങൾ ഇവിടെ പിള്ളേർ, എൻ്റെ മക്കൾ, ഭാര്യയെല്ലാം കൂടെ ചേർന്നിട്ട് ഓണപ്പൂക്കളം ഇടുമായിരുന്നു. നമ്മൾ ഈ വാതിക്കെ തന്നെ ഇടും. പിന്നെ ചെറിയൊരു ഊഞ്ഞാലൊക്കെ കിട്ടും. അതൊക്കെ ഓണത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങളെല്ലാം നമുക്കും ഉണ്ടായിരുന്നു. VSOൻ്റെ ഭാഗമാകുമായിരുന്നോ? അച്ഛനും ഇതൊക്കെ സന്തോഷമായിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ആക്ടിവിറ്റി. കാരണം നിറയെ ആളുകൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ ആ ഒരു ഓർമ്മകളും ആ ഒരു സന്തോഷം പങ്കിടുന്നതിൽ അച്ഛനും സന്തോഷം തന്നെയായിരുന്നു. ഈ ഓണക്കോടിയൊക്കെ വാങ്ങിത്തരുന്ന പതിവും അത് വാങ്ങുന്ന പതിവും ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ വാങ്ങുമ്പോൾ, എൻ്റെ കൊച്ചിലെ മുതൽ അമ്മയാണ് ഓണക്കോടികളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അച്ഛനും കൂടെ ചേർത്ത് അമ്മയാണ് വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓണക്കോടി വാങ്ങിയോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചിലെ തൊട്ട് തന്നെ. വാങ്ങുന്നതെല്ലാം അമ്മ തന്നെയായിരുന്നു. ശരി, ഈ ഇത്തവണ ഓണം ഇല്ലെന്നറിയാം, എങ്കിലും എല്ലാ ആശംസകളും. അതെ, ഓണം മലയാളികളുടെ ഒരു വികാരമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. എന്നിരുന്നാലും എല്ലാ മലയാളികൾക്കും സന്തോഷകരമായ ഒരു ഓണം ഉണ്ടാകട്ടെ എന്നുള്ളൊരു, മനീഷിനും കുടുംബത്തിനും അടക്കം, ഈ ക്രൂവിനടക്കം എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഓണം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.